വല വീതിട്ട് തപ്പി പിടിച്ചതാട്ടോ. തങ്ങൾ സ്വാബി അതായത് വല പിടിച്ചിട്ട് ഇങ്ങനെ വളയാണ്, വളഞ്ഞിട്ട് തപ്പിയിട്ട് മീൻ പിടിക്കുന്നത് കണ്ടോ. വളഞ്ഞിട്ട് ഇങ്ങനെ കണ്ടോ, വളഞ്ഞിട്ട് ആ കോർണറിൽ വെച്ചിട്ട് എന്ത് ചെയ്ത് ലോക്കാക്കിയിട്ട് എന്നിട്ട് വലയിട്ട് തപ്പ് ചെയ്യണം. ഫ്രണ്ട്സ്, ഈ ഒരു വലയിടൽ രീതിക്ക് നിങ്ങളവിടെ എന്താ പറയാ? ഇങ്ങനെ ഇടുന്നോണ്ട് കുറെ ഗുണങ്ങൾ കിട്ടും ഞാൻ മനസ്സിലാക്കിയത്. കാരണം വെച്ചാൽ വീശി വലിക്കുമ്പോൾ നമുക്ക് കുറെ മീൻ മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. മീൻ കല്ലിന്റെ ഇടയിൽ അതുപോലെ ചളിയില്, അതായത് ഈ വല ഇടുന്ന ഈ സൗണ്ടിലും ഈ ഇളക്കത്തിലും എന്ത് ചെയ്യും, കുറെ മീനുകൾ ചളിന്റെ ഉള്ളിൽ പൂളും. ഈ വരാല് അതുപോലെ കരിമീൻ, പള്ളത്തി അങ്ങനത്തെ മീനുകളൊക്കെ എന്ത് ചെയ്യും, ചളിന്റെ ഉള്ളിൽ പൂളും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മീനൊക്കെ തപ്പി പിടിക്കാൻ പറ്റും. തപ്പി ചളിന്റെ ഉള്ളിലൊക്കെ നോക്കിയാൽ ആ മീനുകളൊക്കെ നമുക്ക് കിട്ടും. മറ്റേ ആ വീശി വലിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ മീനുകളൊക്കെ മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. മീനുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നല്ല മീനുള്ള ഏരിയ ആണ്, അത്യാവശ്യം നല്ല മീനുണ്ട്. ഇത് നമ്മളെ ചൈനീസ് വലയാണ്, പക്വല എന്നൊക്കെ പറയും. കണ്ടോ, ഇതാണ് വല. ഇതിൽ കുറെ മീനുണ്ട്, കുറുവപ്പരലുണ്ട്, അതുപോലെ വരാലുണ്ട്, പിന്നെ പിലാപ്പി ഉണ്ടല്ലോ ഇവിടെ പൊരിക്കാൻ അബസ് എന്നൊക്കെ പറയും, ആ മീനുണ്ട്. ഒരു വലിയൊരു ആരലുണ്ടായിരുന്നല്ലോ, വലിയൊരു ആരല്. ഇവിടെ ആരലിനെ കാണുന്നില്ലല്ലോ. ഇത് ആരലല്ലേ, പാമ്പല്ലേ ഇത് ചേറ്റ് പാമ്പല്ലേ? ഇവര് പറഞ്ഞത് ചേറ്റുപാമ്പല്ല, ഇത് മനഞ്ഞിലാണെന്ന് കേട്ടോ ഇവര് പറഞ്ഞത്. അപ്പൊ നമ്മുടെ വലയിടുന്ന രീതിയൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടോ? ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ആർക്കൊന്ന് പറയണേ. അപ്പൊ നമുക്ക് അടിച്ച് മീനാട്ടോ, ഒരു 5-8 വരാൽ അടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മനഞ്ഞിലുണ്ട്, പിന്നെ ആ ഗ്രൂപ്പറിലെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ കൂടെ കൂടണേ. അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.